സോറി മാഡം, ഞാൻ വേറൊരു പ്രശ്നത്തിലായിപ്പോയി. കുറെ നേരമായി മേഡം എന്നെ കാത്തിരിക്കുകയാണല്ലേ. ഐ ആം റിയലി സോറി. ഓക്കെ മാഡം, ടാറ്റ, ബൈ ബൈ. തന്റെ ടാറ്റ പറച്ചില് കേൾക്കാനല്ല ഞാൻ ഇത്ര നേരം ഇവിടെ കാത്തു നിന്നത്. ഇടയ്ക്ക് വെച്ച് മേഡത്തിന് എന്നോട് ശകലം സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ ദേഷ്യപ്പെടുമ്പോ എനിക്ക് എന്ത് വിഷമാവെന്ന് അറിയോ? എങ്ങനെ ദേഷ്യം വരാതിരിക്കും? അരവിന്ദന് അത്രയ്ക്ക് ചിന്താശേഷിയില്ലേ? ഈ വീട്ടിലെ മൂത്ത മോനായിട്ട് പോലും എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാനുള്ള തന്റെ ഇടവും ത്രാണിയും അരവിന്ദനുണ്ടോ? എല്ലാം പോട്ടെ, അരവിന്ദന്റെ ഭാര്യയായി ഞാൻ ഇവിടെ ഉണ്ട്. ഒരു ചീഫ് എഞ്ചിനീയറായ എനിക്ക് എന്റേതായ നിലയും വിലയും ഉണ്ടെന്ന് അരവിന്ദൻ ഇനിയും മനസ്സിലായിട്ടില്ല. എനിക്കറിയാം മേഡം, ഒരു PWD ചീഫ് എഞ്ചിനീയറിന്റെ ഭാര്യയായി കിട്ടുക എന്നൊക്കെ പറയുന്നതേ ഈ നാട്ടിലെ ഏതെങ്കിലും ഒരു ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ? അതറിയാമെങ്കിൽ ഈ വീട്ടിലേക്ക് പുറത്തുള്ള ആളുകളെ വിളിച്ചു കയറ്റി താമസിപ്പിക്കുമ്പോ ഞാൻ ഇത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് കൂടി നോക്കണ്ടേ? എന്താ മേഡം, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? അരവിന്ദ്, ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാം. എടുത്തു ചാടി ചോദിക്കാനും പറയാനും പോയി ഈ വീട്ടിലൊരു പ്രശ്നം ഉണ്ടാക്കരുത്. അവസാനം അതിന്റെ വഴി കൂടി എന്റെ തലയിലാവും. മേഡം, കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഏതോ പഴയ സൗഹൃദത്തിന്റെ കണക്കും പറഞ്ഞ് ഇവിടെ കുറച്ച് ആൾക്കാർ വന്ന് കേറിയിട്ടുണ്ടല്ലോ. അതിലാ അലവലാതി ചെറുക്കനില്ലേ, അവൻ സിഗരറ്റ് വലിക്കോ? അത് വെറും സിഗരറ്റ് ഒന്നുമല്ല, എന്തൊരു വൃത്തികെട്ട സ്മെല്ലാ പുകയ്ക്ക്. വേറെന്തോ ആണ്. മുഖത്തേക്ക് പുക വന്നടിച്ചിട്ടേ എന്റെ ശ്വാസം മുട്ടിപ്പോയി. അവന് ബഹുമാനിക്കണവരെ ബഹുമാനിക്കാൻ അറിയില്ലേ? അവൻ മേഡം കാണാൻ സിഗരറ്റ് വലിച്ചോ? അത് കൊള്ളാലോ. എന്റെ കൺമുന്നിൽ വെച്ച് സിഗരറ്റ് വലിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്. വലിച്ചിട്ട് ആ പുക നേരെ എന്റെ മുഖത്തേക്ക് ഊതി വിട്ടു തന്നു. അവന്റെ ഒരു വഷളം ചിരിയും വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിപ്പോയി. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല മേഡം. ചോദിക്കണം, ചോദിക്ക തന്നെ വേണം. എന്തിനാ വെറുതെ ചോദിക്കാൻ പോകുന്നത്? ഞാനിപ്പോ വേറൊരു കാര്യം ആലോചിക്കുന്നത്. എന്ത് കാര്യം? കുറച്ചു ദിവസത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ പോയി നിന്നാലോ എന്നൊരു ആലോചന. ഇവിടുത്തെ വിരുന്നും ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ തിരിച്ചു വരാം. പറ്റുമെങ്കിൽ തിരിച്ചു വരാന്നോ? അതെന്ത് പറച്ചില്ല മേഡം? ഇങ്ങനൊന്നും പറയല്ലേ, എനിക്കത് സഹിക്കാൻ പറ്റൂല. ആ കിഴവി അങ്ങേരും ഈ പറഞ്ഞ അലവലാതെ ചെറുക്കനും ഒക്കെ ഉണ്ടെങ്കിലേ എനിക്കിവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടാ. മേഡം, ധൈര്യമായിട്ട് ഓഫീസിൽ പോകാൻ നോക്ക്. അവന്റെ കാര്യത്തിൽ എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട അരവിന്ദ്. മേഡം സമയം കളയാതെ ഓഫീസിൽ പോകാൻ നോക്ക്. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എങ്കിൽ പിന്നെ അരവിന്ദിന്റെ ഇഷ്ടം പോലെ ചെയ്, ഞാൻ പോവാം. ഓക്കെ മേഡം, ടാറ്റ, ബൈ ബൈ. തൽക്കാലം ഇത്രയും മതി. ഒരു ചെറിയ പൊട്ടിത്തെറിക്കുള്ള മരുന്ന് അരവിന്ദന്റെ മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് അങ്ങ് കത്തി തുടങ്ങട്ടെ, ബാക്കി പിന്നെ നോക്കാം. ഈ പൂങ്കുടയും ബാക്കിയുള്ളൂ. 50 രൂപ തന്നാ മതി, ഇതൂടെ വാങ്ങിക്കോ. മോളെ, ഞങ്ങൾക്ക് ഇത്ര മുല്ലപ്പൂ മതി.